എറണാകുളം തേവരപ്പാലത്തിൽ അപകടത്തിൽപ്പെട്ട ലോറി ഉയർത്തിമാറ്റി. പാലത്തിന്റെ കൈവരികൾ തകർത്ത് കായലിലേക്ക് തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു വാഹനം. വലിയ 2 ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ലോറി പാലത്തിൽ നിന്നും മാറ്റിയത്. അപകടത്തിൽ ലോറിയുടെ ഡ്രൈവർക്ക് നിസ്സാരമായ പരിക്കുകൾ ഏറ്റിരുന്നു. ലോറിയുടെ പുറകിൽ മറ്റൊരു വാഹനം ഇടിച്ചതാണ് നിയന്ത്രണം നഷ്ടമാകാൻ കാരണമെന്ന് ഡ്രൈവർ പറഞ്ഞു. മണിക്കൂറുകൾ നീണ്ടുനിന്ന ശ്രമത്തിന് ശേഷമാണ് ഇപ്പോൾ ലോറി ഉയർത്തുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. ഏതാണ്ട് 4 മണിക്കൂറോളം ഈ പാലം അതിന്റെ കൈവരികൾ തകർന്ന കായലിലേക്ക് അതിന്റെ മുൻഭാഗം പതിക്കുന്ന രീതിയിലായിരുന്നു നിന്നിരുന്നത്. അതിനുശേഷമാണ് ഇത് എന്ത് ചെയ്യണമെന്ന വലിയൊരു ആലോചനയിലേക്ക് വന്നു. കാരണം സാധാരണഗതിയിലുള്ള ക്രെയിനുകൾ കൊണ്ടുവന്നാൽ ഇത് ഉയർത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉണ്ടായിരുന്നത്. തുടർന്ന് ഉയർന്ന ഭാരം വഹിക്കാൻ കഴിയുന്ന 2 ക്രെയിനുകൾ ഈ ഭാഗത്ത് എത്തിച്ചു. ഈ അലക്സാണ്ടർ പറമ്പിത്തറ പാലം ഇത് പൂർണ്ണമായും തന്നെ ഗതാഗതം നിർത്തിവെച്ച ശേഷമാണ് ഇതിലേക്ക് ഈ ജോലികൾ തുടങ്ങിയത്. ഇതിനുശേഷം ക്രെയിനുകൾ കൊണ്ടുവരികയും ആദ്യ ശ്രമത്തിൽ അതിന്റെ ഒരു ക്രെയിനിന്റെ ഉരുക്കുപടം തകരുകയും ചെയ്തു. ഇതിനുശേഷമാണ് പിന്നീട് ക്രെയിനുകൾ കൊണ്ട് ഇത് ഇവിടേക്ക് ഉയർത്തിയെടുത്തതിന്റെ മുൻഭാഗം ഉയർത്തിയെടുത്തതിനു ശേഷം പാലത്തിലേക്ക് ലോറി എത്തിക്കുവാനായിട്ട് സാധിച്ചത്. ഇതിൽ പൂർണ്ണമായും ഈ മേഖലയിൽ ഇതോടെ ഗതാഗതം സ്തംഭിച്ച് നിയന്ത്രിച്ചതിന് ശേഷമാണ് ഇത് മറ്റ് പ്രവർത്തനങ്ങളിലേക്കടക്കം കടക്കുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ വലിയൊരു അപകടം ഒഴിവായതിന്റെ ആശ്വാസം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം എങ്ങനെയാണ് ഇവിടെ നിന്ന് ഈ ലോറി നീക്കം ചെയ്യുക എന്നതായിരുന്നു അടുത്ത പ്രശ്നമായിട്ട് ഉയർന്നിരുന്നത്. അതിനുശേഷം വലിയ ക്രെയിനുകൾ ഇവിടെ കൊണ്ടുവന്നു. ക്രെയിനുകൾ കൊണ്ടുവന്നതിന് ശേഷമാണ് അതിനകത്ത് ഉണ്ടായിരുന്ന ചെടിയും മണലുമെല്ലാം അതിനകത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാരം കൂടുതൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്ത ശേഷമാണ് ഉയർന്ന ഭാരം വഹിക്കാൻ കഴിയുന്ന 2 ക്രെയിനുകൾ ഇവിടേക്ക് എത്തിക്കാൻ അഗ്നിരക്ഷാസേനയും പോലീസും ആവശ്യപ്പെടുകയും ചെയ്തത്. ഇതനുസരിച്ചുകൊണ്ട് 2 ക്രെയിനുകൾ എത്തിക്കുകയും അപകടം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന രീതിയിൽ, അതായത് ലോറി കായലിലേക്ക് കുത്തനെ ഒഴുക്കുള്ള കായലാണ്. അതുകൊണ്ട് കായലിലേക്ക് പോകാൻ ഉണ്ടാവുന്ന വിഷയങ്ങൾ നിരവധിയാണ്. അത് ഒഴിവാക്കിക്കൊണ്ട് പരിചയസമ്പന്നരായ ജോലിക്കാരെ തന്നെ ഇതിനെ നിയോഗിച്ചു. ഇതിനുശേഷം വടം കെട്ടി 2 ഭാഗത്തും വടം കെട്ടി ലോറി ഉയർത്തി പാലത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും ഇപ്പോൾ ഒരു തുടർച്ചയുണ്ടായിരുന്ന ഒരു അനിശ്ചിതത്വം മാറി. അതിനുശേഷം ഇപ്പോൾ പാലത്തിലേക്ക് ലോറി മാറ്റിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് ഇത് മാറ്റണം. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്കും രക്ഷാസേനയും പോലീസും കടന്നിരിക്കുകയാണ്. ഇപ്പോൾ പാലത്തിൽ നിന്ന് പൂർണ്ണമായും തന്നെയും ഈ അപകടം ഒരു സാധ്യതകളെല്ലാം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് 2 ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ലോറി നീക്കം ചെയ്യുകയാണ്. ലോറിയുടെ മുൻഭാഗത്തെ ടയറുകളടക്കം പൊട്ടി തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലായതുകൊണ്ട് തന്നെ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വലിച്ചു നീക്കുകയാണ്. 2 ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഉയർത്തിയെടുത്തത്. പാലത്തിൽ നിന്ന് ലോറി ഉയർത്തിയെടുത്തത്. അതിനുശേഷം ഇത് ശ്രമകരമായ ഒരു ജോലി തന്നെയായിരുന്നു. ആദ്യഘട്ടത്തിൽ അതിന് വടം പൊട്ടുന്നു. പിന്നീട് ഇപ്പോൾ അത് കൃത്യമായിട്ട് റോഡിലേക്ക് മാറ്റിയിരിക്കുന്നു. റോഡിൽ നിന്ന് ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇനിയിപ്പോൾ പരിക്ക് പറ്റിയ ഡ്രൈവർ അടക്കം നേരത്തെ ഇവിടെ എത്തിയിരിക്കുകയും ചെയ്തിരുന്നു. വലിയ ആശങ്കകൾ ഉയർത്തിയ ഒരു അപകടമായിരുന്നു ഇത്. കാരണം പാലത്തിൽ നിന്ന് ഏതു നിമിഷവും കായലിലേക്ക് വീഴുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇല്ലാതാക്കിയിരിക്കുന്നു. 2 ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഇടപെടലിലൂടെ നീക്കം ചെയ്യാനായിട്ടടക്കം സാധിക്കുകയും ചെയ്തിരിക്കുന്നു. വലിയൊരു അപകടം. അത് മറ്റ് വാഹനങ്ങളിലൊന്നും തട്ടാതെ തന്നെ ഇത് കൃത്യമായിട്ട് ലോറിയെ ഇവിടേക്ക് പുറത്തേക്ക് മാറ്റി നിർത്താൻ ഇതെല്ലാം തന്നെ സാധിച്ചിരുന്നു. മണിക്കൂറുകൾ നീണ്ട ഒരു ഗതാഗത സ്തംഭനമാണ് ഉണ്ടായിരുന്നത്. എങ്കിൽ കൂടിയും മറ്റ് കുഴപ്പങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ഇത് പാലത്തിലേക്ക് ലോറി എടുത്തുയർത്തുകയും അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന വിഷയം ഗതാഗത പ്രശ്നമടക്കമുള്ള കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് ലോറി നീക്കം ചെയ്യാനും സാധിച്ചുവെന്നതാണ്. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.